ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര കണക്കാക്കി ചോറ് വെച്ചാലും കുറച്ചെങ്കിലൊക്കെ ബാക്കി വരാറുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു സവാള അരിഞ്ഞതിട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എടുക്കട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കൂടുതൽ എരിവൊക്കെ വേണ്ടവരാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക. ഇനി ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ഒരു സുക്കിനിയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാബേജോ അതുപോലെ മഷ്റൂമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ കൂടി പോകണ്ട, വെജിറ്റബിൾസ് ആയത് കാരണം തന്നെ മഞ്ഞൾ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആവും മുന്നിട്ട് നിൽക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾസ് ആയത് കാരണം തന്നെ ഒരു പകുതി വേവായി തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഗരം മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങൊന്ന് ഉപ്പിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് തൊലി കളഞ്ഞൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക. ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും ഓരോന്ന് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോറ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്, വീട്ടിലെന്തൊക്കെയാണുള്ളത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാറി കിട്ടും. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോറാണ്. അപ്പോൾ ഞാൻ ഇത്രയും ചോറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വെള്ളമൊന്നും കൂട്ടാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുക്കുക. വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി പോവും. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചോറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് കാരണം തന്നെ ഉപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മളിതുപോലെ ഉരുളകളാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തവയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് ഒരുപാട് ഓയിലിട്ടിട്ട് മുക്കി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വഴറ്റിയെടുത്ത സമയത്ത് നമ്മൾ കുറച്ച് ഓയിലെടുത്തു. അതുപോലെ ഈ ഒരു സമയത്തും നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് ഓയിലോ ഒന്നും വേണ്ട കേട്ടോ ഇതിന്. അതുപോലെ വേറെ പൊടികളോ മൈദ, അരിപ്പൊടിയോ ഗോതമ്പോ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോറ് ബാക്കി വരുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ട് ഭാഗം ഇതുപോലെ ആയതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.